ബലിപെരുന്നാളിന് അള്ളാന്റെ പേരിൽ നമ്മൾ നേർച്ചയാക്കാറുണ്ട്. അള്ളാന്റെ നാമം ഉച്ചരിച്ച് തക്ബീറുകൾ മുടക്കി സാധാരണ അറിവ് നടത്തും. ബിസ്മില്ലാ, അള്ളാന്റെ നാമം ഉച്ചരിച്ചാവണം. എന്നാൽ ഷാഫി മദ്ഹബ് പറയുന്നത് കേട്ടോളൂ, തീർച്ചയായും ഒരു ബലികർമ്മം, ഒരറിവ് അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അറുത്താൽ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കുക എന്നതാണ് ഉദ്ദേശം. അള്ളാന്റെ കൂലി ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ റബ്ബിന്റെ പേരിലല്ലാതെ, ഇത് മമ്പർത്ത തങ്ങളുടെ പേരിലാണ്, ഇത് മുദീ ഷെയ്ഖിന്റെ പേരിലാണ്, ഇത് ബദരീങ്ങളുടെ പേരിലാണ് എന്ന് പറഞ്ഞ് ഒരാൾ ഒരു അറിവ് നടത്തിയാൽ ഷാഫി മദ്ഹബാണ് പറയുന്നത്, ചില ആളുകൾ ബിംബങ്ങളുടെ പേരിൽ അറുക്കും, ചില ആളുകൾ കുരിശിന്റെ പേരിൽ അറുക്കും, മൂസാ നബിയുടെ പേരിൽ അറുത്താലും, ഈസാ നബിയുടെ പേരിൽ അറുത്താലും, കഅബയുടെ പേരിൽ അറുത്താലും, ഇതുപോലെയുള്ള എന്തിന്റെ പേരിൽ അറുത്താലും എല്ലാം ഹറാമാണ്. ഈ അറിവ് സ്വഹീഹാവുകയില്ല, ശരിയാവുകയില്ല. അറുത്തത് മുസ്ലിം പേരിട്ടവനാകട്ടെ, അറുത്തത് ക്രിസ്ത്യാനിയാകട്ടെ, ഈ അറിവ് ഒരിക്കലും ശരിയാവുകയില്ല. എന്നിട്ട് ഈ വിഷയത്തിൽ ഇമാം ഷാഫിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവർ ഈ വിഷയത്തിൽ യോജിക്കുകയാണ്, ഖണ്ഡിതമായി പ്രഖ്യാപിക്കുകയാണ്. ആരായി പറയുന്നത്? ഇതെവിടെയാണ് പറഞ്ഞത്? പള്ളി ദർസിൽ ഓതി കൊടുക്കുന്ന കിതാബിൽ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലാണ് പറയുന്നത്.